എല്ലാവർക്കും ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനങ്ങൾ സ്നേഹം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇതിനകത്ത് ആകെ ഒരാളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം അടവാണെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. USA നാലാം യാമത്തിൽ എനിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ക്ലാസ് എടുക്കാൻ സമയം തന്നിരിക്കുന്നത്. പല സമയങ്ങളും എനിക്ക് തിരക്കുകൾ കൊണ്ട് കഴിയാറില്ലെങ്കിലും മാക്സിമം സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ വിഷയം ധ്യാനിപ്പാൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത് റോമാലേഖന 8-ാം അധ്യായം ആസ്പദമാക്കിയുള്ള പഠനമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ സബ്ജക്റ്റ് ആരംഭിക്കുന്നു. അത് ഓൾറെഡി നിങ്ങളുടെ ലിങ്കിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. വിശ്വാസത്താലുള്ള വളർച്ച എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരുക എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ അടുത്ത ക്ലാസ്സുകളിലായി ചിന്തിക്കാൻ പോകുന്നത്. 3-4 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ആ വിഷയം പ്രവേശിക്കും. കൂടുതൽ പ്രായോഗികമായ തലങ്ങളിലേക്ക് അത് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഗ്രോ ഇൻ ഫെയ്ത്ത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. 5, 10, 15, 20 ഒക്കെ വർഷമായിട്ട്, അതിൽ ഏറെയുമായിട്ടൊക്കെ വിശ്വാസികളാണ് പലരും. എന്നാൽ ഈ പഠനത്തിലൂടെ കഴിഞ്ഞ നാളുകളിലെ വിശ്വാസം കൊണ്ട് എന്നുള്ളതിന് ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ ഈ പഠനം, ഒരയവിറക്കലിന് ഈ പഠനം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, മുഖവരയാണ്. വിശ്വാസം എന്നാൽ എന്ത് എന്നുള്ളതിന് ഒരു മുഖവരയാണ് ചിന്തിക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ മാത്രമേ ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഇതിന്റെ വളർച്ചയുടെ പടികൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. ഇടയ്ക്കൊന്നും ഇത് കേട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആദ്യം മുതൽ ഇത് മനസ്സിലാക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ഈ പഠനം ഒരു അസറ്റ് തന്നെ ആയിരിക്കും. എന്താണ് വിശ്വാസം എന്നുള്ളത് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിന് പല അർത്ഥങ്ങൾ ബൈബിൾ നിഘണ്ടുവിലും സെക്കുലർ ഡിക്ഷണറികളിലും ഒക്കെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഫെയ്ത്ത് എന്ന് കാണുന്നുണ്ട്, ബിലീവ് എന്ന് കാണുന്നുണ്ട്, ട്രസ്റ്റ് എന്ന് കാണുന്നുണ്ട്. സ്തോത്രം. 3 പ്രധാന പദങ്ങളാണ് വിശ്വാസത്തിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. 1 ഫെയ്ത്ത്, 2 ബിലീവ്, 3 ട്രസ്റ്റ്. ഇത് 3ഉം വിശ്വാസത്തെ പ്രതികരിക്കുന്ന പദങ്ങളാണെങ്കിലും ഇത് സാഹചര്യം അനുസരിച്ചും സന്ദർഭം അനുസരിച്ചുമാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അത് എല്ലായിടത്തും അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. സ്തോത്രം. എന്നാൽ ഏറ്റവും കൂടുതൽ വിശ്വാസം എന്ന വാക്ക് ആശ്രയമെന്ന, ട്രസ്റ്റ് എന്ന ആ ഒരു പദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണുന്നത്. സ്തോത്രം. അപ്പോൾ ആത്മവിശ്വാസമെന്നും ആശ്രയമെന്നും ഒക്കെ പല അർത്ഥങ്ങൾ മലയാളത്തിൽ കാണാൻ കഴിയുമെങ്കിലും ഏകദേശം 24 തവണ ആശ്രയം എന്ന അർത്ഥത്തിലാണ് വിശ്വാസത്തെ ബൈബിളിൽ നാം കാണുന്നതും ബൈബിൾ പരിചയപ്പെടുത്തുന്നതും. അപ്പോൾ 24ഓളം പ്രാവശ്യം ബൈബിളിൽ ആശ്രയിക്കുക എന്ന അർത്ഥത്തിലാണ് വിശ്വാസത്തെ നാം കാണുന്നത്. പൊതുവെ നമ്മൾ ശ്രദ്ധിച്ചാൽ 245ഓളം പ്രാവശ്യം
വിശ്വാസം എന്ന വാക്ക് ബൈബിളിൽ കാണുന്നുണ്ട്. അതിനെ നമ്മൾ വെറും 245 വാക്കെന്ന് പറയാതെ, അത് 245 പ്രാവശ്യം പറയുന്നുണ്ട് വിശ്വാസം എന്നുള്ള വാക്ക്, കൺഫേം ആണ്. പക്ഷെ അത് 245 സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ വിശ്വാസം ഒട്ടും താഴേക്ക് പോകാതെ വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കൊന്ന് കയറുവാൻ നമ്മൾ ഈ ക്ലാസ് കൊണ്ടൊന്ന് ശ്രമിക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഒരു മനുഷ്യന്റെ ആത്മീക ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ വിശ്വാസം അനിവാര്യമാണ്. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, പ്രാർത്ഥനയിൽ വിശ്വാസം വളരെ അനിവാര്യമാണ്. ലോകമനുഷ്യനും വിശ്വാസം ഉണ്ടായിരിക്കണം. അവരതിനെ പല വാക്കുകളിലാണ്, ശുഭാപ്തി വിശ്വാസം, ഇങ്ങനെ പല വാക്കുകളാണ് അവർ ഡിഫൈൻ ചെയ്തത്. ഒരു സ്പിരിച്വൽ മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം വളരെ അനിവാര്യമായ ഘടകമായി കാണുന്നുണ്ട്. സ്തോത്രം. യേശു പറഞ്ഞ പദം നമുക്ക് ശ്രദ്ധേയമായി. യേശു എന്താണ് പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചിട്ട് ഈ മലയോട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? നീങ്ങിപ്പോകും. പക്ഷെ ഇന്ന് വരെ, 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ഞാൻ ആരും മലയെ നീക്കിയതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ മലയെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന അപ്പൊ എന്താണ്? ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെയാണ് മല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു, വിശ്വാസികളുടെ വീട്ടിൽ. അപ്പോൾ അവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു അവിശ്വാസിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ, ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു വലിയ പൂജാരിയാണ്. അദ്ദേഹം അല്പം കോപിഷ്ഠനായ മനുഷ്യനാണ്. അപ്പോൾ ഇവരെ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്റെ വീട്ടിലോട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കാവെന്ന് ചോദിച്ചു. ഞാന് മനസ്സുകൊണ്ട് ആ വീട്ടുകാരോട് ചോദിച്ചു, എന്താ? അപ്പൊ അവര് പറഞ്ഞു, പാസ്റ്ററെ പോകാതിരിക്കാൻ നല്ലത് കാര്യം, അപ്പുറത്തെ പുള്ളി ആള് വയലന്റ് ആണ്, ഇപ്പൊ അവിടെ ഇല്ലെന്നേ ഉള്ളൂ, എപ്പോഴാ കയറി വരുമെന്ന് പറയാൻ പറ്റിയല്ല. എങ്കിൽ ഈ സ്ത്രീയുടെ നിപ്പും ഭാവവും അവരുടെ മുഖത്തെ ഞാനൊന്ന് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഏകദേശം പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോ ഈ പുള്ളിക്കാരൻ കയറി വന്നു. അദ്ദേഹം കയറി വന്നിട്ട് കോപാകുലനായി ഇദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു ആയുധം എടുത്തുകൊണ്ട് ഇദ്ദേഹം പാഞ്ഞു വന്നു. എന്റെ കൂടെ ഉള്ളവർക്കെല്ലാം ടെൻഷനായി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഞാൻ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ആ വാതിലിനിപ്പുറത്തോട്ട് കടക്കത്തില്ല എന്ന് പറഞ്ഞു. ആ വാതിലിനിപ്പുറത്തോട്ട് കടക്കാൻ എന്ത് ചെയ്താ പുള്ളിക്ക് പറ്റുന്നില്ല. പുള്ളി അവിടെ വന്ന് സ്റ്റക്കായി നിന്നു. ഞങ്ങളേക്ക് പോകുന്നു. ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഇങ്ങനെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, യേശു പറഞ്ഞ മല ഈ നമ്മുടെ അനുഭവങ്ങളാണ്. വിശ്വാസത്തോടെ നാം പറഞ്ഞാൽ ഇതുപോലെയുള്ള ചില മലകളൊക്കെ നീങ്ങിപ്പോകും. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസം വളരെ അനിവാര്യമാണ്. സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന,
മറ്റുള്ളവരെ കർത്താവിൽ വിശ്വസിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ദാനിയേല് സിംഹക്കുഴി വീണു. അന്ന് രാത്രിയിൽ നാട്ടിലെ സിംഹമായ രാജാവ് ഉറങ്ങിയില്ല, കാട്ടിലെ സിംഹം ഉറങ്ങിയില്ല. ദാനിയേൽ സിംഹക്കുഴി കിടക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു, വന്യമയോവൃദ്ധനായ ഒരു മനുഷ്യനാണ്, 80 വയസ്സ് പ്രായമുണ്ട്, വലിയ ശോധനയാണ് അദ്ദേഹം. ബൈബിളിൽ ഒരു കുറ്റവും പറയാനില്ലാത്ത മനുഷ്യരിൽ രണ്ടുപേരും, ഒന്ന് യോസഫും ദാനിയേലുമാണ്. അദ്ദേഹം 3 നേരം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ പ്രതിസന്ധിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് പരിശോധനകളിൽ നിന്ന് ഒഴിവാകുന്നില്ല. സ്തോത്രം. പക്ഷെ നേരം വെളുത്തപ്പോ രാജാവ് വന്ന് അതിദുഃഖത്തോടെ അദ്ദേഹം ചോദിച്ചു, നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായി? സൗമ്യനായ ദാനിയേൽ, രാജാവിന് ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പം അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ദാനിയേലിന് സംഭവിച്ച വിടുതൽ കണ്ട് രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് തന്നെയല്ലേ എബ്രായ ബാലന്മാരുടെ വിഷയത്തിലും നെബൂഖദ്നേസർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലേ? എന്താ കാര്യം? എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിന്റെ ജീവിതത്തിലൂടെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ ദൈവം മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, മറ്റുള്ളവർ കർത്താവിനെ വിശ്വസിക്കാൻ പ്രേരകമാകുന്ന രീതിയിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്നതാണ് വിശ്വാസത്തിന്റെ ഒരു പ്രതലം. നിങ്ങളെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർത്താവ് ഉപയോഗിച്ചായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ ഒരു തലമാണ്. സ്തോത്രം. പ്രസിദ്ധന്മാരായിട്ടുള്ള ഒത്തിരി തിയോളജിയൻസ് വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് രണ്ടുപേരുടെ കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പറയുകയാണ്. ഒന്ന്, കാതറിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി. സ്തോത്രം. കാതറിൻ എന്ന് പറയുന്ന എഴുത്തുകാരി പറഞ്ഞത് ഇങ്ങനെയാണ്, വിശ്വാസത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല, പക്ഷെ അത് ഫീൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാമോ വോയിസ്? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഓക്കെ. അപ്പോൾ കാതറിൻ എന്ന് പറയുന്ന ആ എഴുത്തുകാരി പറഞ്ഞത്, വിശ്വാസത്തെ ആർക്കും കാണാൻ കഴിയില്ല, പക്ഷെ വിശ്വാസം ഫീൽ ചെയ്യാൻ കഴിയും. ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ചൊന്നും പഠിക്കാൻ താല്പര്യപ്പെട്ട ഒരാളെയല്ല. അതിന്റെ കാരണം, എല്ലാ ആളുകളും പ്രസംഗിക്കുന്ന, ഒരു ദിവസം 10 പ്രാവശ്യം പറയുന്ന പദമായി വിശ്വാസം, വിശ്വാസം, വിശ്വാസം. അപ്പം ഒരു ബൈബിൾ ടീച്ചർ എന്ന രീതിയിലും ഒരു പ്രഭാഷകൻ എന്ന രീതിയിലും ഒക്കെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്, ആരും അധികം സംസാരിക്കാത്ത വിഷയങ്ങൾ
പക്ഷെ വിശ്വാസത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ കാരണം ഒരു സഹോദരനും ഞാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഞാനൊരു വലിയ ക്രൈസിസിൽ അകപ്പെട്ടപ്പോൾ ആ ക്രൈസിസ് എന്നെയും കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നി. കാര്യം അത്ര വലിയ ക്രൈസിസ് ആയിരുന്നു. പക്ഷെ ഈ സഹോദരൻ എന്നോട് ഒറ്റ വാക്കിൽ പറഞ്ഞു, സ്തോത്രം, ചെങ്കടൽ വറ്റിച്ച ദൈവത്തിന്, യോർദാൻ വറ്റിച്ച ദൈവത്തിന് ഈ ഒറ്റ രാത്രി കൊണ്ട് ഈ വിഷയത്തെ അട്ടിമറിച്ചുകൂടെന്ന് ചോദിച്ചു. എനിക്ക് അന്നൊരു അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാര്യം ക്രൈസിസ് അത്ര വലുതായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചത്. ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. വിശ്വാസത്തെ ആർക്കും കാണാൻ കഴിയില്ല, പക്ഷെ അത് ഫീൽ ചെയ്യാം. സ്തോത്രം. ഇനി മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന നവീകരണത്തിന്റെ നേതാവായിരുന്ന മനുഷ്യൻ പറഞ്ഞത്, സ്തോത്രം, ഞാൻ മുൻപോട്ട് പോകണം എന്ന് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതൊരു ഭയങ്കര ചിന്ത തന്നെയാണ്. ഞാൻ എപ്പോൾ മുൻപോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുവോ അപ്പോഴൊക്കെ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വിശ്വാസത്തിന്റെ ചുവട് വെക്കുന്നതാണ്. പോക്കറ്റിൽ പണം ഇട്ടിട്ടോ അക്കൗണ്ടിൽ പണം ഇട്ടിട്ടോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും നീ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്നത് ഒരു സാധാരണ വിഷയമല്ല, അതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. സ്തോത്രം. നമുക്ക് 3 വേദഭാഗങ്ങളാണ് പൊതുവെ നമ്മൾ വിശ്വാസത്തെക്കുറിച്ചുള്ളത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ വേദഭാഗം എബ്രായ ലേഖനം തന്നെയാണ്, 11-ാം അധ്യായം തന്നെയാണ്. അതിന്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് കഴിയുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് പറഞ്ഞ് തുടങ്ങണം. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വാക്യങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് വിശ്വാസവീരന്മാരുടെ അധ്യായം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. 11-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വിശ്വാസത്തിന് ഒത്തിരി നിർവചനങ്ങൾ കൊടുക്കാൻ കഴിയും. 12 വാക്യങ്ങൾക്ക് ഞാൻ 12 ടൈറ്റിലുകളാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് പണ്ഡിതന്മാരല്ലാത്ത ആളുകളുണ്ടെങ്കിൽ കുറിച്ചിട്ടാൽ നിങ്ങൾക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് സഹായം ഉണ്ടാകും. സ്തോത്രം. ഈ 11-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്. അത് കണ്ടിട്ടില്ല, പക്ഷെ ആശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ശരിയല്ലേ? സ്വർഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കാം, ഉണ്ടല്ലോ, ഉണ്ട്. സ്തോത്രം. കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടില്ല. 2000 വർഷത്തിന് മുമ്പ് നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല. സ്തോത്രം. ഞാൻ കണ്ടിട്ടില്ലാട്ടില്ല, പക്ഷെ കർത്താവുണ്ട്. ആ ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ് വിശ്വാസം എന്നാണ് എബ്രായ ലേഖനം നമുക്ക് തരുന്ന, അല്ലെങ്കിൽ 11-ാം അധ്യായം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു നിർവചനം. സ്തോത്രം. ഇനി ഇത് ഈ വിശ്വാസം കൊണ്ടാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചതെന്ന് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം നിങ്ങൾ 11:2 എഴുതിയിട്ടുണ്ട്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സാക്ഷ്യമാണ്. നമ്മളതിനെ ഡീപ്പായ പഠനത്തിലേക്കൊക്കെ വരും. അപ്പൊ ഞാൻ പൊതുവെ ഈ 11-ാം അധ്യായത്തെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് വാക്യങ്ങളിലേക്ക് വരും.
അപ്പോൾ വിശ്വാസം എന്നതിന് ഒരു നിർവചനം കൂടെ പറയാം. ക്രിസ്തീയ ജീവിതത്തിലെ യഥാർത്ഥമായ കറയും കളങ്കവും ഇല്ലാത്ത സാക്ഷ്യമാണ് വിശ്വാസം. ക്രിസ്തീയ ജീവിതത്തിലെ യഥാർത്ഥമായ കറയും കളങ്കവും ഇല്ലാത്ത സാക്ഷ്യമാണ് വിശ്വാസം. ആ സാക്ഷ്യം പൂർവന്മാർക്ക് ലഭിച്ചത് വിശ്വാസത്താലാണ്. അപ്പോൾ നമ്മുടെ സാക്ഷ്യം വിശ്വാസത്താൽ അധിഷ്ഠിതമായിരിക്കണമെന്നാണ് ഈ 11-ാം അധ്യായം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ചിന്ത. 11-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 40 വാക്യം ഉണ്ടെന്ന് തോന്നി. 40 വാക്യങ്ങളും നമുക്ക് നമ്മോട് സംസാരിക്കുന്ന വിഷയം അതാണ്. നമ്മുടെ സാക്ഷ്യം വിശ്വാസത്താൽ അധിഷ്ഠിതമായിരിക്കണം. എനിക്ക് തോന്നുന്നു എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഏകദേശം ഒരു 20-21 പേരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സൂക്ഷിച്ച് വായിച്ചാലേ പറ്റുള്ളൂ. അതിൽ 2 സ്ത്രീകളുണ്ട്, ബാക്കിയുള്ളവരെല്ലാം പുരുഷന്മാരാ. 19ഓളം പേര് പുരുഷന്മാരായിരിക്കും. അവിടെ എനിക്ക് ഈ സ്ത്രീകളോട് വളരെ ബഹുമാനം തോന്നി. അതിന് കാരണമുണ്ട്. അതിലൊരു സ്ത്രീയെ സാറായാണ്. ആരാ ഈ സാറ? അബ്രഹാമിന്റെ ഭാര്യ എന്നുള്ളത് നോർമൽ ഒരു അറിവാണ്. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പം പെരയ്ക്കകത്തിരുന്ന് വീടിനകത്തിരുന്ന് കുടുകുടാന്ന് ചിരിച്ച സ്ത്രീയാണ് ആര്? സാറ. ആ സ്ത്രീ എങ്ങനെയാണ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നത്? അതൊക്കെ വലിയ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ത്രീകളെ കുറിച്ചൊരു ബഹുമാനം തോന്നി എന്ന് പറയാൻ കാരണം. മറ്റൊരു സ്ത്രീ ആരാ? രാഹവ. വേശ്യ സ്ത്രീ എന്നാണ് അവളെ അറിയപ്പെടുന്നത്. അതെന്താ പ്രിയപ്പെട്ടവര്? വേറെ കൊള്ളാവുന്ന ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ? നല്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നല്ല ഹന്നമാരുണ്ട്, മറിയമാരുണ്ടായിരുന്നു, എലിസബത്തുമാരുണ്ടായിരുന്നു. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വിശ്വാസം പറഞ്ഞപ്പം വീടിനകത്ത് നിന്ന് ചിരിച്ച, വിശ്വാസത്തെ പരിഹസിച്ചതുപോലെ ചിരിച്ച സാറയും വേശ്യാസ്ത്രീയായിരുന്ന രാഹാവിനെയൊക്കെ ഈ വിശ്വാസവീരന്മാരുടെ ലിസ്റ്റിൽ എന്തിനാ ദൈവം ഉൾപ്പെടുത്തിയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞ മറുപടി, സാറ വീടിനകത്തിരുന്ന് ചിരിച്ചതല്ലേ നീ കണ്ടുള്ളൂ, പക്ഷേ അവൾ അതിലും വലിയൊരു കാര്യം ചെയ്തു. സ്തോത്രം. അവൾ ചെയ്തത് എന്താണെന്നറിയാമോ? സ്തോത്രം. സാറായുടെ ശരീരം പുത്രോൽപാദനത്തിന് പാകമല്ലാതിരുന്ന, യാതൊരു വിധമായ രീതിയിലും പുത്രോൽപാദനത്തിന് സാധ്യമല്ലാതിരുന്ന ശരീരമാണെന്ന് അവൾക്ക് അറിയാം. അവൾ അറിഞ്ഞിട്ടും അവളുടെ ശരീരത്തെ കർത്താവിന് ഉപയോഗിക്കാൻ വേണ്ടി അവൾ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് അവളിൽ ഞാൻ കണ്ട വിശ്വാസം. അവൾ അവളുടെ ശരീരത്തിന്റെ ബലഹീനത അറിയാവുന്നത് കൊണ്ടാണ് അവൾ അപ്പോൾ ചിരിച്ചത്. പക്ഷെ പുത്രോൽപാദനത്തിനുള്ള യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും, തന്റെ ശരീരത്തിന്റെ ബലഹീനത അറിയാവുന്നിട്ടും അവൾ ആ ശരീരത്തെ കർത്താവിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചു കൊടുത്തു. അവൾ ആ വിളിച്ച ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി എന്നുള്ളതാണ് അവളിൽ കണ്ട, കർത്താവ് കണ്ട പ്രാധാന്യം. രാഹാബിൽ എന്താണ് കണ്ടത്? അവൾ സമൂഹത്തിൽ വേശ്യ സ്ത്രീയാണ്. പക്ഷെ അവൾ ഒരു കാര്യം വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? ഇസ്രായേലിലും ഇസ്രായേലിന്റെ ദൈവത്തിലും അവൾ വിശ്വസിച്ചു. അവൾക്ക് മനസ്സിലായി, കുറച്ച് സമയം കഴിയുമ്പോൾ ഈ നാട്ടുകാരെല്ലാം കൊല്ലപ്പെടും. ഈ നാട് ഇസ്രായേൽ പിടിച്ചെടുക്കും. താൻ ജീവനോടിരിക്കണമെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൽ വിശ്വസിക്കണം, അവരുടെ ദൈവത്തിൽ വിശ്വസിക്കണം. സ്തോത്രം. അവൾ എന്ത് ചെയ്തു? ഇസ്രായേലിലും ദൈവത്തിലും വിശ്വസിച്ച് ഒറ്റുനോക്കാൻ വന്നവരെ അവൾ ഹെൽപ്പ് ചെയ്തു. ദൈവം
അവളുടെ ലൈഫിൽ അന്ന് വരെ കണ്ട ന്യൂനതയല്ല കണ്ടത്. അവൾ ഇസ്രായേലിലും അവളുടെ ദൈവത്തിലും വിശ്വസിച്ചതിനെയാണ് ദൈവം അവളെ വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മൾ വാദോരാതെ പറയുമല്ലോ വിശ്വാസ വീരന്മാരുടെയൊക്കെ. ഈ പുസ്തകത്തിൽ ഈ 11ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരെ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇവരാരും പെർഫെക്റ്റ് അല്ലായിരുന്നു. അതാണ് ഞാൻ നോക്കിയ ഏറ്റവും വലിയ കാര്യം. ഇവരാരെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നോ? ഗീതയോൻ പെർഫെക്റ്റ് ആയിരുന്നോ? ഗീതയോൻ കൃപയമേ പോയി. വിഗ്രഹാരാധന ചെയ്തിട്ടാ പുള്ളി അവസാനം തീരുന്നത്. അത് അവന്റെ കുടുംബത്തിന് കെണിയും കുടുക്കുമായി എന്ന് പറഞ്ഞാണ് തീരുന്നത്. ശിംശോൻ പകല് ശുശ്രൂഷിക്കാൻ പോകും, രാത്രി മരിക്കുന്നിടം വരെ കുറ്റബോധം പോലും ഉണ്ടായിട്ടില്ല. പെർഫെക്റ്റ് ആയിരുന്നു? നോ. ഇവരാരും പെർഫെക്റ്റിലായിരുന്നു. പൂർണ്ണരല്ലാത്ത ഇവരെ കൊണ്ടാണ് ദൈവം ഈ എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങൾ ചെയ്യിച്ചത്. അതെന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തിയൊരു പദമാണത്. ഇവിടെ പലരും എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ പൂർണ്ണരാകണമെന്ന് പറയുമ്പോൾ എബ്രായ ലേഖനം 11 ചൂണ്ടിക്കാണിക്കുന്നത് കുറെ പൂർണ്ണരല്ലാത്ത, പെർഫെക്റ്റ് അല്ലാതിരുന്ന, ബലഹീനതകൾ ഉണ്ടായിരുന്ന കുറെ ആളുകളിലൂടെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണമായി അവർ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ദൈവസന്നിധിയിൽ സമ്പൂർണമായി അവർ വിശ്വസിച്ചപ്പോൾ ദൈവം അവരെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാവിലെ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. നിനക്ക് നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒത്തിരി ന്യൂനതകൾ പറയാൻ ആളുകൾക്ക് കാണാം. പക്ഷേ സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ, നിന്റെ ദേശത്ത്, നിന്റെ സഭയിൽ നിന്നിലൂടെ എക്സ്ട്രാ ഓർഡിനറി ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതാണ് എബ്രായ ലേഖനം 11 നമുക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ മാതൃക. സ്തോത്രം. നമ്മൾ ഈ എബ്രായ ലേഖനത്തെ ബൈബിളിൽ വായിക്കുമ്പോൾ 3 പാരഗ്രാഫ് ആയിട്ടാണ് ഈ 11ാം അധ്യായം കൊടുത്തിരിക്കുന്നത്. എബ്രായ ലേഖനം 11 നമ്മൾ ബൈബിളിൽ ശ്രദ്ധിച്ചു വായിച്ചാൽ 3 പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അതിലെ ഓരോ പാരഗ്രാഫിലും ഓരോ വിഷയമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് പറയാൻ പോവുകയാണ്. 1ാമത്തെ പാരഗ്രാഫ്, അവിടെ കൊടുത്തിരിക്കുന്ന വിഷയം വിശ്വാസത്തിന്റെ ചരിത്രം എന്നുള്ളതാണ്. ദ ഹിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഒരാൾ ചോദിക്കുകയാണ് എന്താ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിന് പറയാൻ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, വിശ്വാസത്തിന് പറയാൻ വല്ല അനുഭവങ്ങളുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് വിശ്വാസത്തിന്റെ ചരിത്രമാണ് കൊടുത്തിരിക്കുന്നത് 1ാം പാരഗ്രാഫിൽ. അതിനാണ് 10-21 പേരെ അവിടെ എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 2ാം പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 2ാം പാരഗ്രാഫിലെ വിഷയം വിശ്വാസത്തിന്റെ പ്രത്യാശ എന്നുള്ളതാണ്. ദ ഹോപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പ്രത്യാശ. 3ാം പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് വിശ്വാസത്തിന്റെ നേട്ടം എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ നേട്ടം. ഇങ്ങനെ 3 പാരഗ്രാഫുകളിലാണ് ഈ 40 വാക്യങ്ങൾ അടങ്ങിയ 11ാം അധ്യായം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കണമെങ്കിൽ തന്നെ പറയാൻ എളുപ്പമാണ്. വിശ്വാസത്തിന്റെ ചരിത്രം, വിശ്വാസത്തിന്റെ പ്രത്യാശ, വിശ്വാസത്തിന്റെ നേട്ടം. സ്റ്റോപ്പ്. ഇനി ഒരു കാര്യം കൂടെ ഈ ഭാഗത്തുനിന്ന് അല്ലാതെ ഇതിന് വെളിയിൽ നിന്നൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് മടക്കി വരാം. വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എപ്പോഴും. നമ്മളതിനെ മാനേജ് ചെയ്യണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിലെ നിങ്ങളുടെ വിശ്വാസമൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിശ്വാസം നാളെ ഉണ്ടാകണമെന്നില്ല. ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതിനെ കീപ്പ് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്നവനാണ് വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഞാനതിന് 1-2 തെളിവുകൾ പറയാം. ധന്യനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ
തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്ന പദം, 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 8-ാം വാക്യം. അവരോട് ഒത്തിരി കാര്യങ്ങൾ മാതൃക ഉണ്ടായിരുന്ന സഭയാണ് തെസ്സലോനിക്ക സഭ. പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം വലിയതാണ്, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാണ്. എന്താ അതിന്റെ അർത്ഥം? വിശ്വാസത്തിൽ വലിപ്പമുള്ള, വിശ്വാസത്തിൽ വിശ്വപ്രസിദ്ധരായ, വിശ്വാസം കൊണ്ട് പ്രസിദ്ധരായവരാണ് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ. പൗലോസ് അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരോട് പറയുന്നത്. പക്ഷെ ഇതേ ലേഖനത്തിൽ പൗലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരോട് പറയുകയാണ്, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. 1-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ പ്രസിദ്ധരായവർ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് നിങ്ങളുടെ മുഖം വന്ന് കാണണം, നിങ്ങളെ വന്ന് ഡയറക്റ്റ് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് കുറവ് വന്നു, ആ കുറവ് പരിഹരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. കണ്ടോ വിശ്വാസത്തിന് വന്ന ഏറ്റക്കുറച്ചിൽ? കണ്ടോ? പക്ഷെ പൗലോസ് വിട്ടുകൊടുത്തില്ല. പൗലോസ് എന്ത് ചെയ്തു? ഇവരുടെ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കാൻ രാവും പകലും വളരെ താല്പര്യത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ മുഖാമുഖം കണ്ട് വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിച്ചത്. പക്ഷെ കാണുന്നിടം വരെ അവരുടെ കുറവ് പരിഹരിക്കപ്പെടുവാൻ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് വല്ല ഫലം ഉണ്ടായോ പ്രിയരെ? നമുക്ക് വീണ്ടും 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. ഫലമുണ്ടായോ നോക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 3 മുതൽ താഴേക്ക് വായിക്കണം, പക്ഷെ 3-ാം വാക്യം മാത്രം ശ്രദ്ധിക്കാം. പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വിശ്വാസത്തിൽ കുറവ് സംഭവിച്ച, വിശ്വാസത്തിൽ പ്രതിസന്ധിയിലായ തെസ്സലോനിക്കർക്ക് വേണ്ടി രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ച പൗലോസ് താൻ ചെന്ന് കണ്ട് പരിഹരിക്കേണ്ട വിഷയം താൻ ചെല്ലുന്നതിന് മുൻപ് ദൈവം പരിഹരിച്ചു. എന്താ കാര്യം? പ്രാർത്ഥനയുടെ പവർ. സ്തോത്രം. ഇന്നലെ വരെ അവർ വിശ്വാസത്തിൽ കുറഞ്ഞു പോയെങ്കിൽ ഇപ്പോൾ അവർ വിശ്വാസത്തിൽ വർദ്ധിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെങ്കിൽ നീ ചെന്ന് പരിഹരിക്കേണ്ട വിഷയം, നീ ഫിസിക്കലി ഇടപെടേണ്ട വിഷയമായിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കാൻ രാവും പകലും നീ മുട്ടുമടക്കിയാൽ നീ ചെല്ലുന്നതിന് മുമ്പ് പരിഹരിക്കാൻ കരുത്തനായൊരു ദൈവം നിനക്കൊണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. എബ്രായലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, 1-2 വാക്യങ്ങളിൽ നമ്മൾ പൊതുവെ കണ്ടു, വിശ്വാസം എന്നതൊരു സാക്ഷ്യമാണെന്ന് നമ്മൾ കണ്ടു. ഈ സാക്ഷ്യം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ, മറ്റേത് ഞാൻ പുറകെ പറയും. അത് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അതൊരു പുറകെ വരും. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം നേടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഴയ വഴികളിലേക്ക് ചെന്ന് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കണം. അതിനാണ് പഴയ ചില 10-20 പേരുടെ കാര്യം ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് പിതാക്കന്മാരോട് കൂടി ഇരിക്കാൻ താല്പര്യമുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കൂടെ പിള്ളേർ വല്ലതും ഇരിക്കുവോ? അവർ പറയും ഞങ്ങളുടെ വൈബല്ല, സെറ്റാകത്തില്ലെന്ന് പറയും. കാരണം പഴയ ആളുകൾ ഇപ്പോഴും
അവരുടെ സംസാരം കേട്ടാൽ അവർ പ്രാതൽ എന്ന് പറയും. നമ്മുടെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എന്നൊക്കെ പറയുന്നത്, മറ്റവർ പറയുന്ന പ്രാതൽ. ഇതൊക്കെ നമ്മുടെ പിള്ളേർക്ക് സ്റ്റാൻഡേർഡ് കുറവാന്നേ പറയുള്ളൂ. പക്ഷെ പ്രായമുള്ളവരോട് നിങ്ങൾ ഇരിക്കണം, ഭയങ്കര ചിന്തകൾ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് മനസ്സിലാകാതിരുന്ന ചില ഭാഗങ്ങൾ വളരെ പ്രായമുള്ള ഒരു അപ്പച്ചൻ പാസ്റ്റർ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വായിൽ ഞാൻ അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലായി. ഇയ്യോബിന്റെ പുസ്തകത്തിൽ. അതുവരെ ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ പറയുമ്പം സഹോദരിമാർക്കിട്ടെല്ലാം കൊട്ടാനുള്ള ഒരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. പക്ഷേ ഈ ദൈവദാസൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച്. അന്ന് എന്റെ ആ ചിന്താഗതി മാറി. അദ്ദേഹം ഇപ്പൊ ജീവനോടുണ്ടോന്ന് അറിയത്തില്ല. അന്ന് തന്നെ 10-75 വയസ്സ് മുകളിലുണ്ടായി. അപ്പം നിങ്ങൾക്ക് സാക്ഷ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ പഴയ വഴികളിൽ ചെന്ന് അവരുടെ എക്സ്പീരിയൻസുകൾ പഠിക്കണം. അതിനുവേണ്ടിയാണ് ഈ അധ്യായം മുഴുവൻ കർത്താവ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പഴയ വഴികളിലേക്ക് ചെന്ന് അവരുടെ എക്സ്പീരിയൻസുകൾ പഠിക്കണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം മനഃപൂർവ്വമായി നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഞാന് 12 വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയുകയാണ്. അതിനകത്തെ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. സ്തോത്രം. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വിശ്വാസം എന്താണ് എന്നുള്ളതിന്റെ 1-ാമത്തെ ഡെഫിനിഷൻ ആണ് കാണുന്നത്. നമുക്കറിയാം, മുമ്പ് നമ്മൾ പറഞ്ഞു, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആശിക്കുന്നതിന്റെ ഉറപ്പുമാണ്. ഞാൻ ഈ 12 വാക്യങ്ങളിലും പറയാൻ പോകുന്നത് വിശ്വാസം എന്താണെന്നുള്ളതാണ്. സ്തോത്രം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വിശ്വാസം എന്താണെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ 1-ാം വാക്യത്തിൽ 11-ന്റെ 1 വിശ്വാസം എന്താണെന്ന് പറയുന്നു. അത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. 11-ന്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ വിശ്വാസം പഴയ ആളുകളുടെ സാക്ഷ്യമാണ് വിശ്വാസം എന്ന് എഴുതിയിരിക്കുന്നു. 11-ന്റെ 3 വരുമ്പോൾ എന്താണ് വിശ്വാസം? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, പിന്നെന്താണ്? ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പം 3-ാം വാക്യത്തിൽ നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ വിശ്വാസം എന്താണ്? അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആശിക്കുന്നതിന്റെ ഉറപ്പ്. 2-ാം വാക്യത്തിൽ വിശ്വാസം പഴയ ആളുകളുടെ സാക്ഷ്യമാണ്. 3-ാം വാക്യത്തിൽ നമ്മുടെ വിശ്വാസം എന്താണെന്ന് രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസം എന്താണ്? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിന് നിശബ്ദമാകാൻ കഴിയില്ല എന്നാണ് 4-ാം വാക്യം പറയുന്നത്. വിശ്വാസത്തിന് നിശബ്ദമാകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വിശ്വാസമുള്ള ഒരു വിശ്വാസി ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അടങ്ങിയിരിക്കുവോ? അടങ്ങിയിരിക്കത്തില്ല. നിങ്ങൾക്ക് യഥാർത്ഥമായി പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ല, നിശബ്ദമായിരിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാരണം കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ യഥാർത്ഥമായ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ഇവിടെ ഹാബേൽ വിശ്വാസമുള്ള മനുഷ്യൻ, അദ്ദേഹം ആരാധിക്കുകയാണ്, യാഗം കഴിക്കുകയാണ്. ഇനി അദ്ദേഹം മരിച്ചിട്ട് പോലും അവിടെ എഴുതിയിരിക്കുക വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ? അടങ്ങിയിരിക്കത്തില്ലെന്ന് വിശ്വാസം. വിശ്വാസത്തിന് നിശബ്ദമായിരിക്കാൻ കഴിയില്ല. അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം മഹാ അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് 5-ാം വാക്യത്തിൽ കാണുന്നത്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെടുന്നത്.
എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഭവമല്ലേ. ഒരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം വരെ കണ്ട ആളെ കാണുന്നില്ല. ആദ്യത്തെ സംഭവമാണ് ലോക ചരിത്രത്തിലെ. അതിനപ്പുറം എന്ത് മഹാത്ഭുതം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വിശ്വാസത്തിന് മഹാ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരോട് സാക്ഷ്യം പറയത്തക്ക രീതിയിലുള്ള മഹാ അത്ഭുതങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഹന്നായിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ശമൂവേൽ ബാലനെ വിരൽ ചൂണ്ടി കാണിച്ചിട്ട് തന്നെ ഇന്നലകളിൽ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞ് പരിഹസിച്ച പുരോഹിതനോട് പറയുന്ന സാക്ഷ്യം, ഇവനായിട്ടല്ലോ ഇന്നലകളിൽ ഞാൻ കരഞ്ഞത്. മഹാ അത്ഭുതത്തിന്റെ സാക്ഷ്യം. 38 വർഷം കുളക്കരെ കിടന്നവന്റെ സാക്ഷ്യമുണ്ട്. ദൈവം അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, നീ കിടക്കെടുത്തോണ്ട് നിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ ചെന്ന് സാക്ഷി പറ. അവന് പറയാൻ സാക്ഷ്യമുണ്ട്. വേദപുസ്തകത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, മഹാ അത്ഭുതങ്ങൾ പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ. വിശ്വാസത്തിന് മഹാ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. സ്തോത്രം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 11:6 വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന തലക്കെട്ട് വിശ്വാസം ദൈവസന്നിധിയിലേക്കുള്ള ഒരു വാതിൽ എന്നാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വിശ്വാസം ദൈവസന്നിധിയിലേക്കുള്ള ഒരു ഡോറാണ്, വാതിലാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെയുള്ളവന് പിതാവിന്റെ അടുക്കലേക്ക് ഡോറുള്ളൂ, കയറി ചെല്ലാൻ പറ്റുകയുള്ളൂ, പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ, രക്ഷിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പൊ വിശ്വാസം ദൈവസന്നിധിയിലേക്കുള്ള ഡോറാണ്. ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ പ്രത്യാശയാണ്. എന്താണ് അവിടെ പറഞ്ഞത്? നോഹ അതുവരെ കണ്ടില്ല, മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല, മഴ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അരുളപ്പാട് ലഭിച്ചപ്പോൾ അദ്ദേഹം ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർക്കാൻ കാരണം പ്രതീക്ഷയാണ്. ദൈവം പറഞ്ഞത് സംഭവിക്കും, ദൈവം പറഞ്ഞത് സംഭവിക്കും എന്നുള്ള പ്രത്യാശയാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, സ്ഥലമൊരുക്കാൻ പോകുന്നു. നമ്മളാരും കർത്താവിനെ കണ്ടിട്ടില്ല, പക്ഷെ നാം പ്രതീക്ഷയിലാണ്. അവൻ വരും, നിശ്ചയമായും അവൻ വരും. സ്തോത്രം. ഇനി എബ്രായലേഖനം 11:8 വരുമ്പോൾ അവിടെ കാണുന്നത് വിശ്വാസം ഒരു സംശയവുമില്ലാത്ത അനുസരണമാണ്. വിശ്വാസം ഒരു സംശയവുമില്ലാത്ത അനുസരണമാണ്. അതിന് അബ്രഹാമിനെ അവിടെ എക്സാമ്പിളായി കാണിച്ചിരിക്കുന്നു. അതേ ഉൽപ്പത്തി പുസ്തകം 11 നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ വിളി കേട്ടാറെ മറുചോദ്യം ചോദിക്കാതെ, ഒരു സംശയവും ചോദിക്കാതെ, എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ട അബ്രഹാമിന് അപ്പുറം വേറെ എന്താണ് വേണ്ടത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ലാത്ത അനുസരണമാണ്. ഒരുവന്റെ കണ്ണിൽ കർത്താവ് നിലത്ത് തുപ്പി ചേറ് കുഴച്ച് അവന്റെ കണ്ണിൽ പൂശിയപ്പോൾ ശീലോകം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ അവന് വേണമെങ്കിൽ ഒത്തിരി സംശയം ചോദിക്കായിരുന്നു. ഒന്നാമത് കണ്ണ് കാണാൻ പറ്റിയല്ല, പിന്നെ എങ്ങനെ അവിടെ വരെ പോകുന്നത്? രണ്ട്, ഇനി അല്പമെങ്കിലും കാഴ്ച അതുകൂടെ ചെളി വെച്ച് അടച്ചു. പക്ഷെ ഒരു അക്ഷരവും മിണ്ടിയില്ല. സംശയമില്ലാതെ അനുസരിച്ചവൻ അത്ഭുതം സംഭവിച്ചു. സ്തോത്രം. 7 പ്രാവശ്യം പോയി യോർദാനിൽ മുങ്ങാൻ പറഞ്ഞപ്പോൾ ആ നയമാൻ എന്ന കുഷ്ഠരോഗി തിരിച്ച് പ്രതികരിച്ചില്ല. സംശയം ചോദിക്കാതെ അവൻ മുങ്ങിയപ്പോൾ 7-ാം പ്രാവശ്യം അവൻ വിടുതൽ അനുഭവിച്ചെങ്കിൽ വിശ്വാസം സംശയിക്കാതെ അനുസരിക്കുന്നതാണ് വിശ്വാസം. സ്തോത്രം. നോക്കുക, 9-ാമത്തെ വാക്യത്തിലേക്കും 10-ാം വാക്യത്തിലേക്കും വരുമ്പോൾ 9, 10 വാക്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നത് വിശ്വാസത്തിനൊരു കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. വിശ്വാസത്തിനൊരു കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ചോദിച്ച വിഷയം ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. എന്നാൽ അവിടെ 10-ാം വാക്യം അവസാനിക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കായി കാത്തിരിക്കണം, വാക്തത്വങ്ങൾക്കായി കാത്തിരിക്കണം. വിശ്വാസം അതിനകത്തൊരു കാത്തിരിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ, യാക്കോബ്
യാക്കോബിന് ഏറ്റവും ഇഷ്ടം റാഹേലിനെ ആയിരുന്നു, സുന്ദരിയായിരുന്നു കൊണ്ട് 7 വർഷം അവൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ കിട്ടിയത് ആരെയാണ്? ലേയാണ് കിട്ടിയത്. പക്ഷെ വീണ്ടും 7 വർഷം കാത്തിരുന്നു. അങ്ങനെ റാഹേലിനെ സ്വന്തമാക്കി. പക്ഷെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവൾ മച്ചിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യാക്കോബ് ലേയിലേക്ക് തിരിഞ്ഞു. സ്തോത്രം. 14 വർഷത്തെ അതെ ലേയുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ സംഭവിച്ചത്. യാക്കോബ് ലേയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിട്ടുണ്ട്, യഹോവ അവൾ അനിഷ്ടയെന്ന് കണ്ട് യഹോവ അവളുടെ സങ്കടം കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നെന്ന്. നോക്കി, കഴിഞ്ഞ 14 വർഷമായി സങ്കടപ്പെട്ടും അനിഷ്ടയാക്കപ്പെട്ടും കരഞ്ഞുകൊണ്ടും ഭർത്താവ് തന്നെ ഒന്ന് നോക്കാതിരിക്കുന്ന വേദനപ്പെട്ടിരിക്കുന്ന 14 വർഷത്തെ കാത്തിരിപ്പിന്റെ വിരാമമാണ് ലേയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ തലമുറ രൂപേൻ. വിശ്വാസത്തിനൊരു കാത്തിരിപ്പുണ്ട് പ്രിയരെ. ധൈര്യമായി കാത്തിരുന്നു, അത് സംഭവിക്കും. പരിശുദ്ധാത്മാവ് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നു. സ്തോത്രം. ഇനി 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായർ 11:11 ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസത്തിനൊരു സമർപ്പണമുണ്ട്. എന്താണ് സമർപ്പണമുണ്ടെന്ന് പറയാൻ കാരണം? തന്റെ ശരീരം പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇല്ല എന്നറിഞ്ഞിട്ടും വാക്തത്വം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എണ്ണിക്കൊണ്ട് തന്റെ ശരീരത്തെ അതിന് കൊള്ളാവുന്ന ഭാഗമാകുന്ന ശരീരമല്ലെന്നറിഞ്ഞിട്ടും ആ ശരീരം ദൈവത്തിന് സമർപ്പിച്ച സാറ വിശ്വാസത്തിനൊരു സമർപ്പണമുണ്ടെന്ന് തെളിയിക്കുന്നു. ഇനി 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് കാണുന്നത്. സ്തോത്രം. എന്താണ് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽത്തരി സന്തതി ജനിക്കുന്നു. വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് കാണുന്നത്. 25 വർഷത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു. സ്തോത്രം. 1, വിശ്വാസം എന്താണ്? 11:1. 2, വിശ്വാസം പഴയ ആളുകളുടെ സാക്ഷ്യമാണ്. 11:2. 3, നമ്മുടെ വിശ്വാസം എന്താണ്? 11:3. 4, വിശ്വാസത്തിന് നിശബ്ദനാകാൻ കഴിയില്ല. 11:4. 5, വിശ്വാസം മഹാ അത്ഭുതങ്ങൾ ചെയ്യും. 11:5. അടുത്തത് എഴുതിയിരിക്കുന്നത് വിശ്വാസം ദൈവസന്നിധിയിലേക്കുള്ള ഒരു വാതിലാണ്. 11:6. സ്തോത്രം. 7-ാമത്തെ കാര്യം വിശ്വാസം പ്രതീക്ഷയാണ്. 11:7. 8-ാമത്തെ കാര്യം വിശ്വാസം ഒരു സംശയമില്ലാത്ത അനുസരണമാണ്. അടുത്തത് 9, 10 വാക്യങ്ങൾ കാണുന്നു. വിശ്വാസം ഒരു കാത്തിരിപ്പാണ്. അടുത്തത് നമ്മൾ കാണുന്നു വിശ്വാസം ഒരു സമർപ്പണമാണ്. ഫൈനലി 12-ാം വാക്യത്തിൽ നാം കണ്ടു വിശ്വാസം ഒരു പൂർത്തീകരണമാണ്. സ്തോത്രം. വിശ്വാസത്തിന് ഒരു പൂർത്തീകരണമുണ്ട്. അങ്ങനെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അന്തർഭാഗത്ത് വിശ്വാസത്തിന്റെ തലങ്ങൾ വർദ്ധിക്കുന്നതിന്, വിശ്വാസം എന്താണെന്ന് ഹൃദയത്തിന്റെ മാംസപ്പലകിൽ തറവായി എഴുതുന്നതിന് ഒരു കാരണമായി തീരട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിശ്ചയമായും വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം, വിശ്വാസത്തിൽ എങ്ങനെ വളരാമെന്നുള്ള വിഷയത്തിലേക്ക് കയറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസറേനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ ഒരു പുതിയ വിഷയത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് ബ്ലസ് ചെയ്യണമേ. ഇവരുടെ ഈ പഠനം വിശ്വാസത്തിൽ വർദ്ധിക്കാൻ ദൈവം ഇവർക്ക് കാരണമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നാം കേട്ട പഠിച്ച വചനങ്ങളോടും കർത്താവിന്റെ ദാസനോടും എന്നേക്കും കർത്താവിന്റെ വരവരെയും കൂടിയിരിക്കുമാറാകട്ടെ. നമുക്ക് ഇത്രത്തോളം ജയം തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവേ വരണമേ. Thank you everyone. Thank you. You all have a blessed day with miracles. We will meet tomorrow.